RSSനെയും BJPയെയും ഇല്ലായ്മ ചെയ്യുന്നത് തങ്ങളാണ്. അവർക്കെതിരെ ഞങ്ങളാണ് ഇപ്പോൾ ഏത് നിലയ്ക്കും. അതാണ് ഉദ്ദേശം. മുസ്ലിം സമുദായത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ എത്ര സ്ഥലങ്ങളിൽ ബോംബ് നിർമ്മാണം നടക്കുന്നു എന്നുള്ള കാര്യം ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. സംഭവഗതികളുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ പ്രദേശത്ത് അറിവുള്ളവർക്കറിയാം, ആ പ്രദേശത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, അവിടെ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടാവണം. എന്നാൽ ഒരു പരിശോധനയും അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിൽ പോലീസ് നടത്തിയിട്ടില്ല. ബോംബ് നിർമ്മാണം സ്ഥിരമായി നടക്കുന്ന CPM കേന്ദ്രങ്ങളിലൊന്നും, അവരുടെ കൊടും ക്രിമിനലുകൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പരിശോധന നടന്നിട്ടില്ല. നേരത്തെ പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും ഇതിൻ്റെ പേരിൽ നടക്കുന്നില്ല. ബോംബ് നിർമ്മാണ വിദഗ്ധന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ കണ്ണൂർ പോലീസിൻ്റെ കയ്യിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ ബോംബ് നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള കൊടും ക്രിമിനലുകളുടെ ഒരു പട്ടിക തന്നെ പോലീസിൻ്റെ കയ്യിലുണ്ട്. അവിടേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. അവരെ ആരെയും പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അവരുടെയൊക്കെ ഫോൺ സന്ദേശങ്ങൾ, ടെലിഫോൺ സംഭാഷണങ്ങൾ, ഈ കാര്യങ്ങളൊന്നും പോലീസ് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് കാണണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ V. മുരളീധരൻ്റെ വാഹനത്തിന് നേരെ ആക്രമിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നു. DYFIയുടെ ഉന്നതരായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് അതിൽ പ്രതികളായിട്ടുള്ളത്. 3 DYFIക്കാരാണ്, 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് സംസ്ഥാന വ്യാപകമായി ഉപയോഗിക്കാനുള്ളതാണോ? എന്താണ് ഈ ബോംബ് നിർമ്മാണത്തിൻ്റെ ലക്ഷ്യം എന്ന് കൃത്യമായി അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. സമാന്തരമായി ബോംബ് നിർമ്മാണം മറ്റിടങ്ങളിൽ നടന്നിട്ടുണ്ടോ? ബോംബ് നിർമ്മാണ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം പോലീസ് അന്വേഷണത്തിന് വിധേയമാക്കുന്നില്ല. K. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് CPMന്റെ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം V. മുരളീധരന്റെ വാഹനത്തിന് നേരെയുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രകാശ് ജാവ്ദേക്കർ, നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഉന്നയിക്കും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ പ്രതികരണത്തിലേക്ക് മടങ്ങിയെത്താം.